ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ. ഇന്ന് നമുക്ക് പാലക്കാട് സ്പെഷ്യൽ അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഓണം ആവാറായി. ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും സേഫാണെന്ന് വിചാരിക്കണോ? ആദ്യം മഴയാണ് എല്ലാവരുടെയും. അപ്പം ഞാൻ സേഫാണ്, ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇതുവരെ ഞങ്ങളിരിക്കുന്നിടത്ത്. അപ്പം നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി. അവിയലിന് അരിയുമ്പോൾ എപ്പോഴും നീളത്തിൽ അരിയണം, അതാണ് അവിയലിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യം. എപ്പോഴും നീളത്തിൽ അരിയണം. ഞാൻ പറഞ്ഞ പോലെ ഇത് പാലക്കാട് സ്പെഷ്യൽ അവിയലാണ്. ഇത് യെല്ലോ കളറല്ല, അതായത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള അവിയലല്ല. ഇത് വൈറ്റ് കളറിലിരിക്കുന്ന അവിയലാണ്. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത്. അതായത് എൻ്റെ അമ്മയും അമ്മമ്മയും എല്ലാം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതേ റെസിപ്പി തന്നെയാണോ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് കുമ്പളങ്ങ, വെള്ളരിക്ക, ചേന, ക്യാരറ്റ്, കായ അതായത് വാഴയ്ക്ക, മുരിങ്ങയ്ക്ക, ക്യാരറ്റ്, ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ പയർ, അതായത് അച്ചിങ്ങ പയർ അല്ലെങ്കിൽ വള്ളിപ്പയർ എന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിൽ പയറെന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് പയർ. ഇത്രയും വെജിറ്റബിൾസാണ് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചത്. അത് ഞാൻ നമ്മുടെ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കൈ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. എൻ്റെ അമ്മ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്തപ്പോൾ എല്ലാം കൂടെ മിക്സായി പോയി. ചേനയ്ക്ക് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് അമ്മ എപ്പോഴും വെക്കുന്നത് ചേന ഏറ്റവും അടിയിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം അതിൻ്റെ മേലെയാണ് ബാക്കിയുള്ള വെജിറ്റബിൾസ് എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് ഞാൻ കട്ട് ചെയ്ത് വന്നപ്പോൾ എല്ലാം മിക്സായി പോയി. അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ആ കറക്റ്റ് പാകമാകുമ്പോൾ നമുക്ക് ഉടയാതെ ഇളക്കിയെടുക്കാം. അപ്പോൾ അവിയലിന് കഷ്ണം വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കഷ്ണം ഉടഞ്ഞു പോകരുത്. അതിൻ്റെ ആ ഷേപ്പ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റ് പാകമായിരിക്കണം. ഇട്ട് ഇളക്കി അതിൻ്റെ ഷേപ്പൊന്നും കളയരുത്. അതായത് കറക്റ്റ് പാകേ ആവാൻ പാടുള്ളൂ. പിന്നെ ആ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പരയ്ക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാൻ ഏകദേശം ഒരു കൈ, അതായത് ഒരു പിടി തേങ്ങ, ഫ്രഷായി ചിരകിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഞങ്ങൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ആഡ് ചെയ്യാറില്ല. ഇതിൽ എരിവിനും പച്ചമുളക്, പിന്നെ പുളിപ്പിന് ആഡ് ചെയ്യുന്നത് തൈരാണ്. ഞാൻ സാധാരണ ചില സമയത്ത് മാങ്ങയിട്ട് വെക്കാറുണ്ട്, പച്ചമാങ്ങയിട്ട് വെക്കാറുണ്ട്. ഇന്ന് ഞാൻ തൈരാണ് ഒഴിക്കുന്നത്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് അവിയലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം, കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, ഒരുപാട് വെള്ളം പാടില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, മഷി പോലെ അരക്കരുത്. ഇതിലോട്ട് നമുക്ക് ഒരു 4-5 പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ 2-3 പച്ചമുളക് ചെറുതാണ്, അതുകൊണ്ടാണ് 5 ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവ് നോക്കിയിട്ട്, പച്ചമുളകിൻ്റെ എരിവ് ശ്രദ്ധിക്കണം, അത് നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം ഒരു 1/4 കപ്പ് ഉണ്ടാവും, അത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ച്, അതായത് 1 ക്യാരറ്റ് അതേമാതിരി ആ ഒരു വലുപ്പത്തിലാണ് എല്ലാം. 1 മുരിങ്ങയ്ക്ക, ഇത്രയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ. 1 വാഴയ്ക്കയുടെ പകുതി, അങ്ങനെയൊക്കെ ഞാൻ വെജിറ്റബിൾസ് അത്രയും കുറച്ചേ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് മിക്സ് ചെയ്ത് വരുന്നതല്ലേ, അപ്പോൾ നിറയെ ക്വാണ്ടിറ്റി ആവും. അപ്പം ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു നുള്ളു മതിയാവും ജീരകം. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പൾസിലിട്ടിട്ട് ഒറ്റ പ്രാവശ്യം 1 സെക്കൻഡ് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം. അത്രയും ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വരാൻ മാത്രമേ പാടുള്ളൂ. കണ്ടില്ലേ, പച്ചമുളക് ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്, എന്നാൽ അതിൽ ബിറ്റ്സ് ആൻഡ് പീസസ് കിടക്കുന്നുണ്ട്. പിന്നെ ജീരകം ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാർ തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരും ജീരകത്തിൻ്റെ. അപ്പോൾ ഇത്രേ പാകാൻ പാടുള്ളൂ. കണ്ടില്ലേ, അതായത് തേങ്ങ അരഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രേ പാടുള്ളൂ. ഇത് നമുക്ക് ഇനി വെജിറ്റബിൾസ് കുക്കായ ശേഷം നമുക്ക് ഈ അരപ്പ് നമ്മുടെ വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ വെജിറ്റബിൾസ് ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിരിക്കുന്നത്. ഞാൻ ചട്ടിയിലാണ് വേവിക്കാൻ വെക്കുന്നത്. സാധാരണ ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം, പക്ഷേ എനിക്ക് എപ്പോഴും ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ മേലെ നിൽക്കുന്ന പോലെ തോന്നണം. അതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ നിന്ന് കുക്ക് ചെയ്തത്. കണ്ടില്ലേ, നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഞാനത് ഉടഞ്ഞു പോകാതിരിക്കാൻ വലിയ കയ്യിലൊന്നും എടുത്തിട്ടില്ല, ചെറിയൊരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം ഒന്ന് ടോസ് ചെയ്തെടുക്കുക. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയുന്നു, അവിയലിന് കഷ്ണം ഉടഞ്ഞു പോകരുത്.
ഉടഞ്ഞു പോയാൽ എൻ്റെ അവിയലിൻ്റെ ആ ഒരു കാണാനുള്ള ഭംഗി പോവും. ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും ഒബ്വിയസ്ലി, പക്ഷേ ഉടഞ്ഞു പോകരുത്. അവിയലിൻ്റെ കഷ്ണം അങ്ങനെയാണ് എപ്പോഴും ഇരിക്കേണ്ടത്. ആ ഷേപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അരപ്പ് മുഴുവൻ ഞാൻ നമ്മുടെ അവിയലിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എല്ലാം ഒന്ന് ടോസ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒന്ന് ടോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഇനി ആഡ് ചെയ്യാനുള്ളത് തൈര് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒന്ന് ടോസ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇനി ഇതിലൊക്കെ ആകെ ചെയ്യാനുള്ളത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചൂടാക്കാതെ അതിലോട്ട് മേലെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യണം. എല്ലാം ഒന്ന് ടോസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയാവും. ഇത്രയേ ഉള്ളൂ. ഇതാണ് പാലക്കാട് അവിയൽ. ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ചില വീട്ടിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാറുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള അവിയലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതിൽ മുളക് പൊടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഒരു അവിയലാണ്. ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/3 കപ്പോളം ഞാൻ അതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി തൈര് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു 3/4 ടീസ്പൂണോളം ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഫ്ലേവറും അതോടൊപ്പം നമ്മുടെ കറിവേപ്പില ഒരു 2-3 കീറിയിട്ട് എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലോണം വരും. എന്നിട്ട് കറിവേപ്പിലയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് അടുപ്പ് തുറക്കാവുള്ളൂ. അതായത് ഞാൻ പറഞ്ഞു വന്നത് കറിവേപ്പില ആഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അടച്ച് വയ്ക്കുക. തീ ഓഫ് ചെയ്ത ശേഷം അടച്ച് വയ്ക്കുക. എന്നിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം തുറക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം പോവും. അപ്പോൾ ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ആ ചൂടിൽ ഇരിക്കുമ്പോൾ നല്ല മണം വരും. ഞാൻ അതിലോട്ട് തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തു. ഞാനിപ്പോൾ കറിവേപ്പില കീറി എല്ലാം ഒന്ന് ടോസ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ അടച്ചു വയ്ക്കാൻ പോവാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിയൽ റെഡിയായി. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത 2-3 വീഡിയോ കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉത്തരാടാവുന്നതിന് മുമ്പ് എല്ലാം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഓൾറെഡി കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കൂട്ടുകറി ഇട്ടിട്ടുണ്ട്, 2 ക്യാരറ്റ് പായസം, പാൽപ്പായസം എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിയൽ എന്തായാലും റെഡിയായി. എല്ലാവരും ഇപ്പോൾ വീഡിയോസ് എല്ലാം കാണുക. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.